സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് നഗരസഭയുടെയും എക്സൈസ് പോലീസ് വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ കൂത്തുപറമ്പ് പാലത്തുങ്കര മാവേലിമുക്കിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കൂത്തുപറമ്പ് നഗരസഭയുടെയും എക്സൈസ് പോലീസ് വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൂത്തുപറമ്പിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കൂട്ടയോട്ടത്തിൽ വിവിധ സ്കൂളുകളിലെ NSS വിദ്യാർത്ഥികളും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജീവനക്കാർ, പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അണിനിരന്നു. തുടർന്ന് കൂത്തുപറമ്പ് മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന സമാപന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയും പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം, അതുപോലെ തലമുറകളെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള മട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിലൂടെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കും. ഏത് തരത്തിലായാലും ശക്തമായ നടപടികളിലൂടെ നമ്മളതിന് തടയിട്ടേ മതിയാവും. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. സ്കൂളുകളിലെ അധ്യാപകർ, PT അംഗങ്ങൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, മുഴുവൻ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കൂ എന്നിടത്താണ് കാര്യങ്ങളുള്ളത്. പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ലഹരികളല്ല ഇന്നുള്ളത്. കൂത്തുപറമ്പ് പോലീസ് സൂപ്രണ്ട് ദുർഗ പ്രസാദ് അധ്യക്ഷനായി. എക്സൈസ് ഇൻസ്പെക്ടർ M. ബീന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ സെക്രട്ടറി KR അജി, KK ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.